ചേന്നമംഗളൂരിന്റെ നെല്ലറകൾ എന്ന വിശേഷണങ്ങളുമായിരുന്ന വയലുകൾ ഇനി ഓർമ്മകളിൽ മാത്രമാകുന്നു. ഒട്ടേറെ കാർഷിക പ്രതിസന്ധികൾ മൂലം നിലവിലുള്ള നെൽകൃഷികൾക്ക് തിരിച്ചടി നേരിട്ടിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പണിക്കാരെ ലഭിക്കാത്തതും സാമ്പത്തിക നഷ്ടവുമൊക്കെ നെൽകൃഷി മേഖലയെ കൈവിടുന്നു. നെൽകൃഷി ചെയ്യുന്നതിന് അനിവാര്യമായ ഒട്ടുമിക്ക തോടുകളും മണ്ണിടിഞ്ഞും വീതി കുറഞ്ഞും വേണ്ട രീതിയിലുള്ള കാര്യക്ഷമമില്ലാത്തത് നെൽകൃഷിയെ സാരമായി ബാധിച്ചതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചേന്നമംഗളൂരിലെ കുന്നിൻ മുകളിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളവും നീരുറവയും ഇലവഴിഞ്ഞിപ്പുഴയിലേക്ക് തിരിച്ചുവിടാനാകാത്തത് മുഖ്യ പ്രതിസന്ധിയാണ്. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1500 ഹെക്ടർ പ്രദേശത്തെ വയലുകളിലും കരകളിലുമൊക്കെ നല്ല രീതിയിൽ നെൽകൃഷി ഉണ്ടാക്കിയതായ ചരിത്രം ചൂണ്ടിക്കാട്ടുന്നു. ഭൂരിഭാഗം വയലുകളും 3 വിളകൾ വരെ നെൽകൃഷി നടത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. തോടുകളിൽ ചിറകെട്ടിയും ചാലുകൾ കീറിയും വയലുകളിൽ വെള്ളമെത്തിച്ചും കൃഷിരീതികൾ സ്വീകരിച്ചതായി പഴമക്കാർ പറയുന്നു. മുക്കം നഗരസഭയിൽ ഇപ്പോൾ 15 ഏക്കറോളം സ്ഥലങ്ങളിലായി നെൽകൃഷിയുള്ളതായി അറിയുന്നത്. ഇത് തന്നെ അന്യമാവുകയാണ്. അവശേഷിക്കുന്ന വയലുകളിൽ ജലസേചനമടക്കമുള്ള സംവിധാനത്തിൽ തോടുകൾ കാര്യക്ഷമമായി കൃഷിക്കായി പ്രയോജനപ്പെടുത്താൻ വേണ്ട സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കണമെന്ന കർഷകരുടെ ആവശ്യം ശക്തിപ്പെട്ടിരിക്കുകയാണ്. മറിച്ച് നിലവിലുള്ള നെൽകൃഷി അന്യമാകുമെന്നാണ് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം മികച്ച വില ലഭിക്കുന്ന വാഴകൃഷി കൂടുതൽ സജീവമാവുകയും ചെയ്യും. എൻലൈറ്റ് ന്യൂസ്, മുക്കം.